അപ്പോൾ ഇന്നത്തെ ഉച്ചയൂണിന് മുരിങ്ങയ്ക്ക തന്നെ ആയിരിക്കുമെന്ന് കണ്ടപ്പോൾ മനസ്സിലായല്ലോ. അപ്പോൾ ദാണ്ട മുരിങ്ങയ്ക്ക കൊണ്ട് നമ്മൾ തോരൻ വെക്കാൻ പോകുന്നു, തീയൽ വെക്കാൻ പോകുന്നു. അപ്പോൾ അപ്പുറത്തുനിന്നും ഇപ്പുറത്തുനിന്നും എല്ലാം മുരിങ്ങയ്ക്ക ഉണ്ട് എല്ലായിടും. അവരെല്ലാവരും കൊണ്ട് തന്നത് ഇങ്ങനെ അമ്മ മുറിച്ചിട്ട് ബോക്സിലാക്കി വെക്കുക. അപ്പോൾ ഞാൻ ദാണ്ട നമ്മളൊരു തോരൻ വെക്കാൻ പോവുകയാണ്. അപ്പം അമ്മ വയ്യെങ്കിലും വന്നിരുന്ന് ഇതെല്ലാം എനിക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ ഒറ്റയ്ക്ക് ചെയ്യുന്ന സങ്കടം. അപ്പോൾ ഈ മുരിങ്ങയ്ക്ക മുറിച്ചിട്ട മുരിങ്ങയ്ക്ക എല്ലാം ഇങ്ങനെ നമ്മളൊരു സ്പൂൺ എടുത്ത് അതിൻ്റെ നടുക്കത്തെ മാംസം മൊത്തം ചുരണ്ടി എടുക്കണം കേട്ടോ. കുറച്ച് പാടുള്ള കാര്യമാണ്. നമ്മുടെ കൈയും ഒക്കെ ഞാൻ പ്ലേറ്റ് വെച്ച് ചിരണ്ടെന്ന്, കൈ വെച്ച് ചിരണ്ടെന്ന്. പിന്നെ പ്രായമുള്ള അമ്മയും അച്ഛനും ഒക്കെ പല്ല് വയ്യാത്തവരും പല്ലില്ലാത്തവരും ഒക്കെ ഉണ്ടെങ്കിൽ കാന്തി മുരിങ്ങയ്ക്ക കഴിക്കാൻ പാടായിരിക്കും. അപ്പോൾ ഇങ്ങനെ ചുരണ്ടിയിട്ട് കൊടുത്താൽ അവർക്കും ചോറ് കഴിക്കാം, നമുക്കും കഴിക്കാം. അപ്പോൾ ദാണ്ട അതെല്ലാം ചുരണ്ടി വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ ദാണ്ട നമ്മളെ ചീനിച്ചട്ടിയിൽ കടുവൊക്കെ വറുത്ത് സാധാരണ തോരൻ വെക്കുന്ന കണക്ക്. പിന്നെ ദാണ്ട നമ്മൾ കുറച്ച് ഉപ്പ് പൊടിയൊക്കെ ഇട്ട് അതൊന്ന് അതിനകത്ത് വെള്ളമയം വരുമല്ലോ. അപ്പോൾ അമ്മ പറയാം ഇതൊക്കെ ഒന്ന് തട്ടിപ്പൊത്തി വെയ്മോളേന്ന്. അപ്പോൾ ഞാൻ തട്ടിപ്പൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് അവിടെ ഇരുന്ന് ആവിയിൽ വേവുന്ന സമയത്ത് ദാണ്ട് നമ്മൾ ഒരു പച്ചത്തീയൽ വെക്കാൻ പോവുകയാണ് മുരിങ്ങയ്ക്ക ഇട്ട്. അതും മുരിങ്ങയ്ക്കയുടെ കളിയാണ്. അപ്പം നമ്മുടെ തോരൻ്റെ വെള്ളമയമൊക്കെ മാറിയപ്പം നമ്മൾ സാധാരണ തോരൻ എന്തൊക്കെയാണ് അരയ്ക്കുന്ന അതുപോലെ അരച്ചൊക്കെ ഇട്ട് അതും അരപ്പൊക്കെ ഇട്ടെന്ന് ചിക്കി തോത്തി വെച്ച് ദാണ്ട് നമ്മുടെ തോരനെല്ലാം റെഡിയായി കേട്ടോ. ഇത് നമ്മൾ പാത്രത്തിലോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഇനി നമുക്ക് ആ തീയലിൻ്റെ കഷ്ണങ്ങളെല്ലാം ഒന്ന് വരണ്ട് വന്നപ്പം നമ്മൾ അരപ്പ് ചേർക്കുക, വേണ്ടുന്ന ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക, തിളയ്ക്കുക. നമ്മളുടെ കറി റെഡി. അപ്പോൾ ഇന്ന് ഉച്ചയൂണിന് ഇതൊക്കെ തന്നെ സ്പെഷ്യൽ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അമ്മ കുളിച്ചിട്ട് അമ്മ മുരിങ്ങയ്ക്കെല്ലാം അരിഞ്ഞിട്ട് വന്ന് അമ്മ ദാ കുളിച്ച് വന്നിരുന്നു. അമ്മയുടെ കാല് വയ്യാത്തതുകൊണ്ട് അമ്മ ഫുൾ റെസ്റ്റ് എടുക്കാനാണ് പറഞ്ഞത്. എങ്കിലും കട്ടിലേ കിടക്കത്തില്ല. അമ്മ വന്ന് എൻ്റെ അടുത്ത് തന്നെ ഇങ്ങനെ ഇരിക്കണം. അവിടെ ഒരു കസേര ഉണ്ട്, അവിടെ തന്നെ ഇരിക്കണം. അപ്പോൾ അതാ ഞാൻ ചോറ് കഴിച്ചത് ഇത് കൂട്ടി മാത്രമാണ്, തീയലൊന്നും തൊട്ടതേ ഇല്ല. നല്ല ടേസ്റ്റാണ്. ഉണ്ടാക്കാത്തവരാരെങ്കിലും ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അടിപൊളി ടേസ്റ്റാണ്. കാന്തി പല്ലും പുളിക്കത്തില്ല. പല്ലില്ലാത്ത അച്ഛനും അമ്മയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം ഞങ്ങൾ ദാണ്ട് ഇനി ചോറൊക്കെ കഴിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കട്ടെ. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ബൈ.